കോട്ടയം മണർകാട് കാവുംപടിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കേസിൽ എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. ഒരു മാസം മുൻപാണ് ഏലപ്പാറ സ്വദേശിയായ ബിബിനും കുടുംബവും ഇവിടെ താമസത്തിനെത്തിയത്. ഒരു മണിക്കൂർ മുമ്പ് അത് നന്നാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ തണുപ്പ് വിട്ടു പറഞ്ഞിട്ട് മേടിക്കാൻ പോയതാണ്. അപ്പൊ ഇവള് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞാൽ ഞാൻ വഴി വരെ ഇറക്കി വിട്ടേക്ക് സാധനം പാല് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടതാണ്. ഇറക്കി വിട്ടിട്ട് പുള്ളി അങ്ങ് പോയിട്ട് ഇപ്പൊ ഇത്ര നേരത്തെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇടയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്വിച്ച് ഓഫ് ആണ്. അല്ല, സ്വിച്ച് ഓഫ് ആയത് എക്സൈസുകാർ ഇവിടെ വന്ന് സാറ് പോലീസുകാരനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവിടെ കഞ്ചാവ് ഇരിപ്പുണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കും ആള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്. അതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്കും അറിയാം, ഈ കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, പുള്ളി യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞു. എത്ര കാലമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്? കുറെ നാളുകളായി. അല്ല, എത്ര വർഷമായി? ഞാൻ കല്യാണം കഴിച്ചപ്പോ ചേട്ടനും അനിയനും യൂസ് ആക്കുന്നുണ്ട്. 10 വർഷമായി. അതിന് മുമ്പ് യൂസ് ആക്കുന്ന ആളാന്ന് അറിയാം. കാരണം പറ്റാഴികയില്ല, ഇല്ലാണ്ട് പറ്റാഴികയില്ലാന്നാണ് പറഞ്ഞത്. നിർത്താൻ പറയുമ്പോ ഞാൻ നിർത്തി ഇനിയില്ല, ഫ്രണ്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറയണം. അന്വേഷണമായിട്ട് സഹകരിക്കണം. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി തരണം കേട്ടോ. ഭാര്യയ്ക്കും കുഞ്ഞിനും മറ്റ് 2 സ്ത്രീ ബന്ധുക്കൾക്കൊപ്പവുമായിരുന്നു ബിബിന്റെ താമസം. കുടുംബസമേതം താമസിക്കുന്നതിനാൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിലെ കഞ്ചാവ് കൃഷി പുറത്തറിയുന്നത്. മുറിക്കുള്ളിൽ 10 സെന്റിമീറ്ററോളം വളർച്ചയെത്തിയ 5 കഞ്ചാവ് ചെടികളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. രസകരമായ കാര്യം, ഇത് വെറും പയർ ചെടികളാണെന്നായിരുന്നു കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ ആദ്യം എക്സൈസിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ബിബിനാണ് കഞ്ചാവ് വളർത്തിയതെന്നും തങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്ന ശീലമുണ്ടെന്നും ഭാര്യ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഈ വീട് കേന്ദ്രീകരിച്ച് വ്യാപകമായ കഞ്ചാവ് വിൽപ്പന നടന്നിരുന്നതായാണ് എക്സൈസിന്റെ നിഗമനം. മറ്റ് കഞ്ചാവ് കേസുകളിലും പ്രതിയായ ബിബിൻ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസും പോലീസും ശക്തമാക്കിയിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.